ഗൈസ്, ഇന്ത്യയുടെ 27 അംഗ ഒരു സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് എഗെയിൻസ്റ്റ് കുവൈറ്റ് ആൻഡ് ഖത്തർ. ഓൾറെഡി 41 സ്ക്വാഡിനെ ക്യാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ 27 അംഗ സ്ക്വാഡിനെ സോർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഈ കുറച്ച് മാച്ചിന് വലിയൊരു പണിപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് 12ഓളം പ്ലേയേഴ്സിനാണ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സോ വേറെ പ്ലേയേഴ്സിനെ ഒന്നും അധികം വിളിച്ചിട്ടുണ്ടായില്ല എന്നുള്ളതാണ്. എനിക്ക് ഈ ഒരു സ്ക്വാഡിൽ, അതായത് സാധാരണഗതിയിൽ സ്ക്വാഡൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് കുഴപ്പമില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഇത്തവണത്തെ ഒരു ടീമിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത പോലെയാണ് തോന്നുന്നത്. അതിന് ചില റീസൺസും ഉണ്ട്. പ്രത്യേകിച്ച് പലയിടത്തും ഒരു ബാലൻസ് ഇല്ലായ്മയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഇഞ്ചുറി പ്രശ്നങ്ങൾ പലയിടത്തും വന്ന സമയത്ത് ഇഞ്ചുറി വരുന്നത് പൊസിഷൻ വൈസ് ഒന്നും അല്ലല്ലോ. ചിലപ്പോൾ ഒരു പൊസിഷനിലുള്ള 3-4 പ്ലേയേഴ്സിന് ഇഞ്ചുറി വരാം, ചില പൊസിഷനിലുള്ള പ്ലേയേഴ്സിന് ഇഞ്ചുറി വരാതിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ക്യാമ്പിലേക്ക് വേറെയും കൂടി താരങ്ങളെയൊക്കെ വിളിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അത് ഞാൻ മുമ്പ് പറയുകയും ചെയ്തതാണ്, പക്ഷേ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ആദ്യം 10 പ്ലേയേഴ്സിന് ഇഞ്ചേർഡ് ആയതിനെ പറ്റി സംസാരിച്ചിരുന്നു. പിന്നീട് ക്യാമ്പിൽ ഉണ്ടായിട്ട് ഇഞ്ചുറി പറ്റിയിട്ടുള്ള പ്ലേയേഴ്സ്, പാർദീപ് ഗൊഗോയ്ക്ക് ഇഞ്ചുറി പറ്റി, ഫൈനൽ 23 വരുമെന്ന് പ്രതീക്ഷിച്ച പ്ലെയറാണ്. അതുപോലെ മുഹമ്മദ് ഹമ്മാദ് എന്ന് പറയുന്നൊരു സെൻറ്റർ ബാക്ക് ഉണ്ടായിരുന്നു, റിയൽ കാശ്മീരിൻ്റെ ഈ സീസണിൽ ഐ ലീഗിലെ ബെസ്റ്റ് ഡിഫൻഡർ ആയിരുന്നു. അദ്ദേഹത്തിന് ഇഞ്ചുറി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ പ്യൂബാൽ എച്ചംബെ ഒഴിവാക്കി, ഇമ്രാൻ ഖാനെ ഒഴിവാക്കി, ആൻഡ് ജിതിൻ എം എസ് എന്നീ താരങ്ങളൊക്കെയാണ് ഒഴിവാക്കിയിട്ടാണ് ബാക്കി ഒരു 27 അംഗ ഒരു സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ടീമിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്ക് ആദ്യം ഗോൾ കീപ്പിംഗ് പൊസിഷൻ നോക്കുമ്പോഴത്തേക്കും അവിടെ പിന്നെ സാധാരണ രീതിയിലുള്ള പോലെ തന്നെ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കാരണം ഗുർപ്രീത്, അമറീന്ദർ, വിശാൽ കേത്ത് തന്നെയാണ്. പ്യൂബാൽ എച്ചംബെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഉറപ്പായിട്ടും ഞാൻ അവിടെ ഒരു ചേഞ്ചസ് പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. നോ ചേഞ്ചസ്, പ്രശ്നമില്ല, മാനേജ് ചെയ്യാവുന്നതാണ്. സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് ജിങ്കൻ്റെ ഒരു അഭാവമുണ്ട്. അദ്ദേഹം ഇഞ്ചേർഡാണ്, ഓൾറെഡി ഇഞ്ചേർഡ് ആയിരുന്നു. ഇനി വരുന്നൊരു പ്ലേയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ അലി, രാഹുൽ ബൈക്കെ, മെഹത്താബ് സിംഗ്, ലാൽചുൻ നുങ്കാൻ, നരേന്ദർ ഗെഹ്ലോട്ട് എന്നിവരാണ്. അങ്ങനെ വലിയൊരു ഇമ്പ്രസീവായിട്ടുള്ള ഒരു സെൻട്രൽ ബാക്സ് ഒന്നും ഇല്ല. പറഞ്ഞാൽ അൻവർ അലി ഓക്കെ, രാഹുൽ ബൈക്കെ മാനേജ് ചെയ്യാവുന്നതാണ് നാഷണൽ ടീമിൽ. ബാക്കിയൊന്നും അങ്ങനെ ഒരു 11 വെക്കാൻ പറ്റുന്ന പ്ലേയേഴ്സായിട്ട് തന്നെ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ നരേന്ദർ ഗെഹ്ലോട്ടിനെ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം ISL തന്നെ അത്ര നല്ല പെർഫോമൻസ് ഒന്നും അല്ല, സില്ലി മിസ്റ്റേക്ക് വരുന്ന പ്ലെയറാണ്. ഐ തിങ്ക് അതിനേക്കാൾ ബെറ്റർ ഹോമി പാമിനെയോ അല്ലെങ്കിൽ ആൽദിംബുയെ അല്ലെങ്കിൽ ബികാഷ് ഉമ്നാമിനെയൊക്കെ ഉൾപ്പെടുത്തുന്നതായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ബികാഷ് ആൻഡ് ഹോമി പാം, ഇവർ യങ്സ്റ്റേഴ്സാണ്. അവർക്ക് ക്യാമ്പിൽ കൊടുത്തൊരു എക്സ്പീരിയൻസ് കൊടുത്താൽ ഡെവലപ്പ് ആകാൻ സാധ്യതയുള്ള താരങ്ങളാണ്. ഇനി റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അമേർ റണാവഡയും നിഖിൽ പൂജാരിയുമാണുള്ളത്. നിഖിൽ പൂജാരി സ്ഥിരമായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അമേർ റണാവഡ പുതുതായിട്ട് വന്ന പ്ലെയറാണ്. എനിക്ക് റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഭയങ്കര ഒരു കൺസേൺ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അമേർ ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷനുള്ള പ്ലെയറാണ്. പക്ഷേ അതുമാത്രം പോരാ ഒരു നാഷണൽ ഇതിലേക്ക് വരുന്ന സമയത്ത്. നിഖിൽ പൂജാരി പറഞ്ഞതുപോലെ വിങ്ങേഴ്സൊക്കെ ആയിട്ട് അവർ ലിങ്കപ്പിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പല ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്ന ഒരു പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുമ്പോൾ കുറേ പ്രശ്നമുണ്ട്. പിന്നെ റൈറ്റ് ബാക്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഇല്ല. അതും ഒരു ഇഷ്യൂ തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പം ആശിഷ് റായി ഒക്കെ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. എന്നാൽ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പം പ്രധാന താരമായിട്ടുള്ള ആകാശ് മിശ്രയ്ക്ക് ഇഞ്ചേർഡായി. എങ്കിലും നമുക്ക് മാനേജ് ചെയ്യാവുന്ന 2 പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. കാരണം സുഭാഷിഷ് ബോസും ജയ് ഗുപ്തയും. എന്നാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോഴാണ് ആകെ ഉള്ളത് ഒരു ജീക്സൺ സിംഗ് മാത്രമാണ്. വേറെ ഒരു പ്ലെയറും ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഇല്ല എന്നുള്ളതാണ്. എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്നുള്ളതാണ് എനിക്ക് ആ കാര്യത്തിൽ. അതാണ് ഞാൻ പറഞ്ഞ ഒരു ബാലൻസിൻ്റെ ഒരു പ്രശ്നം. വേറെ പ്ലേയേഴ്സിനെ ക്യാമ്പിലേക്ക് വിളിക്കാമായിരുന്നു എന്നുള്ളത് തോന്നിയെന്ന് പറയുന്നത് ശരിയാണ്. ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ദീപക് താങ്കരിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിപിൻ മോഹന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അപ്പുയയ്ക്ക് എക്സാമായിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. എങ്കിൽ കൂടി വേറെ പ്ലെയറെ, ഇവരൊക്കെ ആദ്യമേ പോയതാണ്. അപ്പം വേറെ ഏതെങ്കിലും പ്ലെയറെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ജീക്സൺ സിംഗ് ആണെങ്കിൽ കൂടി ഒരു കംപ്ലീറ്റ്ലി ഫിറ്റായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ നല്ല ഫോമിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിലോ അല്ല ഉള്ളത്. പ്രധാന പൊസിഷനാണ്, അതൊരു കൺസേൺ തന്നെയാണ്. ഇനി സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോഴും എനിക്ക് കൺസേൺ ഉണ്ട്. കാരണം അനിരുദ്ധ് താപ്പ, സുരേഷ് താപ്പ നല്ല ഫോമൗട്ടിലാണുള്ളത്. സുരേഷ് ആണെങ്കിലും അങ്ങനെ ഒരു ഹൈ ഫോമിലൊന്നും അല്ല കളിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ വിപിൻ ഇഞ്ചേർഡായി പോയി. വിപിൻ ഈ പറഞ്ഞ DM-ഉം CM-ഉം കളിപ്പിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പക്ഷേ എങ്കിലും വേറെ ക്യാമ്പിലേക്ക് വിളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം അഭിഷേക് സൂര്യവംശിയും പുട്ടിയെയൊക്കെ ISL നന്നായിട്ട് പെർഫോം ചെയ്ത പ്ലേയേഴ്സായിരുന്നു. അവരെ ക്യാമ്പിലെങ്കിലും വിളിക്കാം. ഫൈനൽ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തണമെന്നല്ല, ക്യാമ്പിലെങ്കിലും വിളിച്ച് ടെസ്റ്റ് ചെയ്യും. ഇതിപ്പം വിളിച്ചിട്ട് അവസാനം സാധാരണഗതി കളിപ്പിക്കുന്ന ഈ പറഞ്ഞ 2 പ്ലേയേഴ്സിനെ തന്നെ ഉൾപ്പെടുത്തി എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അറ്റാക്ക് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോഴും ബ്രാൻഡനും സഹലുമാണുള്ളത്. 2 പേരും കംപ്ലീറ്റ്ലി ഫിറ്റ് അല്ല എന്നുള്ളതാണ്. ബ്രാൻഡനൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. സഹലാണെങ്കിൽ ഒരു ഇഞ്ചുറി കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ്ലി ഫിറ്റ്നസ്സിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പം പറഞ്ഞ പോലെ ടോട്ടാലിറ്റി നോക്കുമ്പോഴത്തേക്കും മിഡ്ഫീൽഡ് ഒരു കൺസേണിങ് ആയിട്ടുള്ള ഒരു പൊസിഷനായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ ജയേഷ് റാണയെ ഉൾപ്പെടുത്താമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ഒരു AM ആയിട്ടും CM ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്നൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്തവണ നല്ലൊരു പെർഫോമൻസ് ഈ സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ളൊരു പ്ലെയറാണ് എന്നുള്ളതാണ്.
ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ ബാലൻസിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒറ്റ ഡി എം മാത്രമേ ഉള്ളൂ, സി എമ്മിൽ പറയാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഒന്നുമില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇപ്പം വിങ്ങേഴ്സിലേക്ക് എടുക്കാം. റൈറ്റ് വിങ്ങിൽ ചാങ്ദെ മാത്രമാണുള്ളത്. പിന്നെ വേണം നമുക്ക് മൻവീറിനെ വെക്കാം. മൻവീറിനെയും കൂടുതലും റൈറ്റ് വിങ്ങിൽ തന്നെയാണ് കളിക്കുന്നത്, അദ്ദേഹത്തെ സെൻട്രൽ ഫോർവേഡ് ആയിട്ടാണ് ഉൾപ്പെടുത്തിയത്. എന്നാൽ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുന്ന സമയത്ത് വിക്രം പ്രതാപ്, മഹേഷ്, ലിസ്റ്റൺ, എഡ്മണ്ട് തുടങ്ങി കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഇവിടെയാണ് ഇപ്പം ഒരു പൊസിഷനിൽ കളിക്കാൻ 4 പ്ലേയേഴ്സിനെ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഡി എം ആയിട്ട് കളിക്കാൻ വേറെ പ്ലേയേഴ്സില്ല. ഇത് പുള്ളി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഉറപ്പായിട്ടും നോക്കി കാണേണ്ടിയിരിക്കുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഗൈസ്. കാരണം ചില പൊസിഷനിൽ പ്ലേയേഴ്സിലെ ചില പൊസിഷൻസിൽ പ്ലേയേഴ്സിൻ്റെ ഒരു അതിപ്രസരം. സെൻട്രൽ ഫോർവേഡിലേക്ക് വരുമ്പോഴും പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ ഇഞ്ചറി കൊണ്ടാണെന്ന് പറയാം. അപ്പം സുനിൽ ഛേത്രി ഡേവിഡിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഐ ലീഗിലുള്ള പ്ലെയറാണ്. എഡ്മണ്ടിനെ ഐ ലീഗിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റഹീം അലിയെ സെൻട്രൽ ഫോർവേഡിൽ ഒരു നമ്പർ 9 ആയിട്ട് ഒറ്റ പ്ലെയറായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, ഞാനങ്ങനെ ഒരു പ്ലെയറിനെ ഒന്നും പറയുന്നില്ല. പുള്ളി ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്ന നിലയിലൊക്കെ കളിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്കലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ സീസണിലാണെങ്കിൽ കൂടി ചെന്നൈയിൽ 5 ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് കളിച്ചൊന്നുമല്ല ഒരു കോൺട്രിബ്യൂഷൻ വന്നത്. കൂടുതലും വിങ്ങിൽ റോളിലോ ഒരു നമ്പർ 9 അല്ല കളിച്ചിട്ടുള്ളത്. അപ്പം പ്രത്യേകിച്ച് സുനിൽ ഛേത്രി ആദ്യ മത്സരത്തിന് ശേഷം പോയി കഴിഞ്ഞിട്ട് ആരായിരിക്കും സെൻട്രൽ ഫോർവേഡ് കളിക്കുക? മൻവീറിനെ ഇപ്പം സെൻട്രൽ ഫോർവേഡിൽ പുള്ളി വെച്ച പ്രത്യേകിച്ച് നാഷണൽ ടീമിൽ മൻവീർ ISLലും പെർഫോമൻസ് ഡിഫറൻസ് ആണെന്നുള്ളത് അറിയാം. പിന്നെ റഹീം അലിയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡേവിഡ് താരതമ്യേന പുതിയ പ്ലെയറാണ്. പിന്നെ ഇപ്പോൾ അല്ലെങ്കിൽ ചാങ്ദെ വെക്കേണ്ടി വരും. ചാങ്ദെ വെച്ച് കഴിഞ്ഞാൽ റൈറ്റിൽ ആര് കളിക്കും? റൈറ്റ് വിങ്ങേഴ്സായിട്ട് അങ്ങനെ അത്രയും പ്ലേയേഴ്സില്ല. ആകെ പിന്നെ പറയാൻ പറ്റുന്നത് മൻവീറാണ്. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നൊരു സ്ക്വാഡ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. ഇനി ഒരു 27 അംഗ ടീമിലെ ഒരു പൊട്ടൻഷ്യൽ 11 എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർപ്രീത് സിംഗ് സന്ധു തന്നെ, സെൻട്രൽ ബാക്കിൽ രാഹുൽ ബൈക്കി, അൻവർ അലി, റൈറ്റ് ബാക്കിൽ നിഖിൽ പൂജാരി, ലെഫ്റ്റ് ബാക്കിൽ സുഭാഷിഷ് ബോസ്, ആൻഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ജിക്സൺ സിംഗ്, സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന നിലയിൽ സുരേഷ്, ആൻഡ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ ബ്രാൻഡൻ, ലെഫ്റ്റിൽ വിക്രം പ്രതാപ്, റൈറ്റിൽ ചാങ്ദെ, ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ഡേവിഡ് എന്നീ പ്ലേയേഴ്സ് ആണ് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ 11 എന്ന നിലയിൽ പറയുന്നത്. അപ്പം അമയുടെ കാര്യം എടുത്താലും ജയ്ഗുപ്തയുടെ കാര്യം എടുത്താലും അവരിങ്ങനെ നാഷണൽ ടീമിൽ ഇതുവരെ അങ്ങനെ കളിച്ച എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഡേവിഡിൻ്റെ കാര്യം എടുക്കുമ്പം അങ്ങനെ പറയാൻ കാരണം സുനിൽ ഛേത്രി പറഞ്ഞതുപോലെ ഒരു ഡൗണായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ റഹീം അലിയുടെ കാര്യം പിന്നെ നമുക്കറിയാമല്ലോ. എങ്കിലും അടുത്ത മാച്ചിൽ കുവൈറ്റ് മാച്ചിൽ സുനിൽ ഛേത്രി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത. ഞാൻ ഈ ഒരു സ്ക്വാഡിലെ മൊത്തത്തിലുള്ള പൊട്ടൻഷ്യൽ 11 എന്ന നിലയിലാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ മത്സരം ആയതുകൊണ്ട് തന്നെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു സ്കോഡിനെ പറ്റിയിട്ട്? ഞാൻ എന്തായാലും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് കൂടിയാണ് എന്നുള്ളത് ആലോചിക്കണം. വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ അടുത്ത റൗണ്ടിലേക്കൊക്കെ പോകണം. ഈ കുവൈറ്റിനെതിരെ മത്സരം മസ്റ്റ് വിൻ മാച്ച് കൂടിയാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പം കമ്പോസ് ചെയ്ത കാണിക്കുകയാണ് സനിയോ.